വർഗീയത അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും വർഗീയത വർഗീയത തന്നെയാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം വർഗീയതയ്ക്കെതിരെ പ്രസംഗിച്ചാലും പറഞ്ഞാലും എഴുതിയാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വർഗീയ പ്രീണനം നടത്തുന്നു എന്നുള്ളത് വസ്തുതയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മത നേതാക്കളുടെയും സമുദായ നേതാക്കളുടെയും വീടുകൾ തോറും കയറിയിറങ്ങുന്ന ഒരു പതിവ് രാഷ്ട്രീയക്കാർ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. അത് ഇന്നും തുടരുന്നു എന്നുള്ളതാണ് സത്യം. എന്തിനാണ് ഈ വർഗീയ ശക്തികളെ രാഷ്ട്രീയ കക്ഷികൾ കൂട്ടുപിടിക്കുന്നത്? അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക. അധികാരത്തിന്റെ ശീതള ഛായയിൽ സുഖലോലുപകരമായ ജീവിതം അനുഭവിച്ചവർ അത് നഷ്ടപ്പെടുമ്പോൾ അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള വെമ്പൽ, അതിന്റെ ഭാഗമായിട്ടാണ് വർഗീയ പ്രീണനങ്ങൾ നടത്തുന്നത്. ഇത് പറയുമ്പോൾ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നടന്ന 1952 മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതിൽ ഏറ്റവും വ്യക്തമായും തെളിഞ്ഞു വരുന്നത് കേരള സംസ്ഥാനം രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പ് 1957 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ആ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്ത് ശക്തിയായി നിന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ആ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിരുന്നു. എന്നാൽ വർഗീയത അവിടെ നിന്നും ആരംഭിക്കുന്നു. അന്ന് രണ്ട് പ്രബല സംഘടനകളാണ് കേരളത്തിലെ SNDP യോഗവും NSS. SNDP യോഗം ഏകദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. SNDP യോഗത്തിലെ 90% പേരും കമ്മ്യൂണിസ്റ്റുകാരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരോ അനുഭാവികളോ ആയിരുന്നു. എന്നാൽ മറുഭാഗത്തുള്ള NSS അങ്ങനെയായിരുന്നില്ല. ഇത് മനസ്സിലാക്കി NSSന്റെ അനുകൂലമായ നിലപാട് കൂടി കിട്ടിയെങ്കിൽ മാത്രമേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാൻ കഴിയൂ എന്നുള്ള കേന്ദ്ര കൗൺസിലിന്റെ പഠനത്തിന്റെ ഭാഗമായി അന്ന് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ MN ഗോവിന്ദൻ നായർ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി. ചെങ്ങനാശ്ശേരി ചെന്ന NSSന്റെ നേതാവ് ശ്രീ മന്നത്ത് പത്മനാഭനുമായി സംസാരിക്കണമെന്നും NSS കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ തീരുമാനം, തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കണമെന്നും തീരുമാനിച്ചു. ആ തീരുമാനപ്രകാരം ശ്രീ MN ഗോവിന്ദൻ നായർ ശ്രീ മന്നത്ത് പത്മനാഭനെ പോയി കാണുകയും മന്നത്ത് പത്മനാഭന് എടുത്ത വായിലെ ചോദിച്ചൊരു ചോദ്യമുണ്ട്: നസ്രാണിയെ മുഖ്യമന്ത്രിയാക്കാൻ നായന്മാർ വോട്ടിക്കണോ? അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കൽ പോലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിക്കാറില്ല എങ്കിൽ തന്നെയും അന്ന് അനൗദ്യോഗികമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അനൗദ്യോഗികമായി ശ്രീ TV തോമസ് ആയിരുന്നു. MN ഗോവിന്ദൻ നായർ ഇത് സ്റ്റേറ്റ് കൗൺസിലിനെയും അതുപോലെ തന്നെ ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിലിനെയും അറിയിക്കുകയും ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അടിയന്തരമായി യോഗം ചേർന്ന് NSSന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി എടുക്കേണ്ടുന്ന നയങ്ങളെക്കുറിച്ച്, തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അങ്ങനെയാണ് അന്ന് ദേശീയ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവും അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ദേശീയ
കമ്മിറ്റി ഓഫീസിന്റെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ ഓഫീസ് സെക്രട്ടറിയുടെ ചാർജ് കൂടി ഉണ്ടായിരുന്ന ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശ്രീ ഏനമനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS നമ്പൂതിരിപ്പാടിനെ കേരളത്തിലേക്ക് കൊണ്ടുവരികയും മന്നത്ത് പത്മനാഭനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിച്ചാൽ ഞങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ EMS ആയിരിക്കുമെന്ന് അനൗദ്യോഗികമായി ഇട്ടും മന്നത്ത് പത്മനാഭനെ അറിയിക്കുകയും ചെയ്തു. അതിൽ സന്തോഷവാനായ മന്നത്ത് പത്മനാഭൻ എല്ലാ കരയോഗങ്ങളോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് ഉള്ള അറിയിപ്പ് നൽകുകയും ചെയ്തു. അന്ന് തിരുവിതാംകൂറിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ചങ്ങനാശ്ശേരിയിൽ മന്നത്ത് പത്മനാഭനെ കണ്ട് അനുഗ്രഹവും ആശീർവാദവും അനുവാദവും ഒക്കെ വാങ്ങിയ സന്ദർഭമുണ്ടായി. എന്നാൽ ഒരാൾ മാത്രം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളിൽ ഒരാൾ മാത്രം അന്ന് ശ്രീ മന്നത്ത് പത്മനാഭനെ കാണാൻ തയ്യാറായില്ല. തോപ്പിൽ ഭാസ്കരപിള്ള എന്ന നാടകൃത്തും സാഹിത്യകാരനുമെല്ലാമായ കലാസാഹിത്യ രംഗത്ത് തോപ്പിൽ പാസി എന്നറിയപ്പെടുന്ന ശ്രീ തോപ്പിൽ ഭാസ്കരപിള്ള മന്നത്ത് പത്മനാഭനെ കാണാൻ കൂട്ടാക്കിയില്ല. അന്ന് ഒരു കരയോഗം പ്രമാണി തട്ടിവിട്ടത് അവൻ ഏതെങ്കിലും മാപ്പിളയ്ക്ക് പിറന്നവനായിരിക്കുമെന്നാണ്. ഇത് കേട്ട ഉടനെ മന്നത്ത് പത്മനാഭൻ പറഞ്ഞു, അവനാണടാ ശരിക്കും നായർക്ക് പിറന്നവൻ. അതുകൊണ്ടാണ് അവന്റെ കാര്യം സാധിക്കാൻ വേണ്ടി അവൻ എന്റെ മുന്നിൽ വരാതിരുന്നത്. അവൻ ജയിക്കണം, അവൻ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കണം എന്ന അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പൊ ഇത്രയും പറയാൻ കാര്യം, അന്നേ തുടങ്ങി കേരളത്തിലെ പ്രഥമ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങി വർഗീയ പ്രീണനം. അതുകൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയതയോടൊപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയും എതിർക്കപ്പെടേണ്ടതാണെന്ന് അഭിപ്രായമുള്ളത്. ഇത് ഇന്നും തുടരുന്നു. കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ളയുടെ കാലഘട്ടം വരെ കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് NSS ആയിരുന്നു എന്ന് പറയുമ്പോൾ ഒരു സത്യം തുറന്നു പറഞ്ഞ അനുഭൂതിയാണ് അനുഭവിക്കുന്നത്. പലരും ഇത് തുറന്നു പറയാൻ തയ്യാറല്ല, പലരും ഇത് സമ്മതിക്കാനും തയ്യാറല്ല. എന്നാൽ അതാണ് സത്യം. കേരള രാഷ്ട്രീയത്തിൽ മറ്റ് ഏത് സംഘടനയെക്കാളും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്നത് NSSനാണ്. ഇന്നും അത് ഒരു പരിധിവരെ മാത്രമേ ശരിയുള്ളൂ എങ്കിൽ തന്നെയും ഇന്നും NSSന്റെ സ്വാധീനം കേരള രാഷ്ട്രീയത്തിൽ എന്നിവിടെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതും അങ്ങനെ NSSന് അനുകൂലമായ ഭരണം വന്നാൽ ആരെല്ലാം ആയിരിക്കണം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നും, അതായത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കേണ്ടത് ആരൊക്കെയാണെന്നും ഒരു പരിധിവരെ തീരുമാനിക്കുന്നത് NSSന്റെ നേതൃത്വമാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് പലരും തുറന്ന് സമ്മതിക്കാത്ത കാര്യമാണെങ്കിൽ തന്നെയും ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രത്യേകിച്ചും CPIM ന്യൂനപക്ഷ പ്രീണനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, പതിറ്റാണ്ടുകൾ പഴക്കമുണ്ടതിന്. ഇവിടെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വർഗീയതയ്ക്കെതിരെ സംസാരിച്ചവർ പോലും വർഗീയതയുടെ മുഖം മൂടി ധരിക്കുന്നതാണ് നാളിതുവരെ കണ്ടിട്ടുള്ളത്. അതിന് ഉടനെയൊന്നും മാറ്റം വരാൻ പോകുന്നില്ല. ചർച്ചയൊക്കെ ഒരു വശത്ത് നടക്കും, തീരുമാനങ്ങളും ഒരു വശത്ത് നടക്കും. പക്ഷെ അത് നടപ്പാക്കുന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഇത് ഒരു രാഷ്ട്രീയ അഭിപ്രായം എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രാധിപർ പ്രതികരിക്കുന്നു. ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.